നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ജീവിച്ചു കാണിക്കുക എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയാണ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കല്യാണിന്റെയും കിരണിന്റെയും ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. എന്താണെങ്കിലും ഇന്ന് നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണി അതുപോലെ തന്നെ കല്യാണിന്റെ അമ്മ ദീപയും കൂടെ സ്കൂട്ടിയെ പോവാണ്. ആ സമയത്താണ് ഇവിടെ കുറെ ആൾക്കൂട്ടം കുറെ ബഹളം എല്ലാം കൂടെ കേട്ടത്. അപ്പൊ എന്താണെന്ന് നോക്കിയിട്ട് പോകാൻ നിറച്ച് നോക്കുന്ന കല്യാണി ഇങ്ങനെ അന്തം വിട്ട് പോവാണ്. വേറൊന്നുമല്ല, പ്രകാശൻ അത് തന്റെ അച്ഛനെ കുറെ ആൾക്കാർ ചേർന്ന് ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇതേ ഗുണ്ടകൾ ആക്രമിക്കുക. അപ്പൊ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മ രാജപ്പണിന്റെ പൈസ കൊടുക്കാണ്ടല്ലോ, 1-2 രൂപയല്ല, 10-12 ലക്ഷം രൂപ കൊടുക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക. പ്രകാശിന് കുറെ സമയം കൊടുത്തായിരുന്നു. പക്ഷെ പ്രകാശിന് ഒരു തവണ പോലും പൈസ തിരിച്ചടച്ചില്ല. ഒരു തവണ ബൈക്ക് വിറ്റ് കൊടുത്തല്ലാതെ വേറെ ഒരു പൈസ പോലും കൊടുത്തിരുന്നില്ല. എന്താണേലും നമ്മുടെ പ്രകാശിന്റെ ഇടപാട് തീർത്തു കൊടുക്കുകയാണ് ഗുണ്ടകൾ. അടിച്ചിടിച്ച് ഒരു പരുവാക്കി വെച്ചു. അല്ലേ തന്നെ പ്രകാശൻ ഹാർട്ടിന് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതായിരുന്നു. നേരത്തെ ഒരു തവണ രാജപ്പണ്ണൻ പൈസ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രകാശന് നെഞ്ചുവേദന ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ തന്നെ. പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണി പറയണം എങ്ങനെയും ഹോസ്പിറ്റലിൽ എത്തിക്കണം അച്ഛനെന്ന് പറയണം. അപ്പൊ ദീപയ്ക്കുള്ള ഒരു അലിവും പെട്ടെന്ന് തോന്നുന്നില്ല. കാരണം ദീപ പറയുന്നുണ്ട് അത് വേണോ മോളെ, അയാൾ ഇവിടെ കിടന്ന് ചാകട്ടെ, അതാ നല്ലത്. കാരണം അത്രമാത്രം മോളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം പറയാം അമ്മ ഈ സമയത്തല്ല, എന്താണ് നമുക്ക് അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഒരു ജീവനല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നേരെ എന്താണെങ്കിലും ഓട്ടോ കിട്ടിയ ഒരു ഓട്ടോയും വിളിച്ച് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമ്മുടെ കിരണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഉടനെ അവിടെ അഡ്മിറ്റൊക്കെ ആക്കുവാണ്. അഡ്മിറ്റ് ആയി കഴിയുമ്പോഴത്തേനും ഡോക്ടർ ഒന്ന് പരിശോധിച്ച് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ രാജപ്പണ്ണൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം 1-2 ലക്ഷം രൂപയല്ലോ, പിന്നെ തല്ലി കൊന്നിട്ടാളും പൈസ മേടിക്കണം എന്നൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. എന്താണെങ്കിലും അതിനുശേഷം നമ്മുടെ കല്യാണി ഒരു ഉറപ്പ് കൊടുത്താൽ രാജപ്പണ്ണന്, നിങ്ങളുടെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരും, ഞാൻ വാക്ക് തരുവാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രകാശനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്തായാലും കൊണ്ട് അഡ്മിറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ കല്യാണി കിരണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പൊ കിരൺ എന്തായാലും കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് നമുക്ക് എന്താ വെച്ചാൽ തീരുമാനിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജപ്പണ്ണൻ പറഞ്ഞു 1-2 ലക്ഷം രൂപയല്ല, 11 ലക്ഷം രൂപയാണ് കൊടുക്കാണ്ടെന്നാ പറഞ്ഞേ. എന്തായാലും അവർ രണ്ടുപേരും പോയി രാജപ്പണ്ണനെ കാണുവാണ്. രാജപ്പണ്ണനെ വിളിച്ച് വരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. പറയാ ഇനി എനിക്കൊരു എക്സ്ക്യൂസും ഇല്ല, എനിക്ക് പൈസ തന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇനി അറിയാം. അവന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ വരുമല്ലോ, ആ സമയത്ത് ബാക്കി എന്ത് ചെയ്യണമെന്ന് അറിയാന്ന് പറയാണ്. അപ്പൊ കല്യാണിന്റെ അവസ്ഥ കണ്ടപ്പോ തന്നെ കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, പൈസ കൊടുത്ത് രക്ഷിക്കാൻ നിന്റെ മനസ്സിൽ ആഗ്രഹമല്ലേ, എന്താണ് സ്വന്തം അച്ഛനായി പോയില്ലേ, എന്തായാലും ചെയ്യാന്ന് പറയണം. അതിനുശേഷം കല്യാണി എന്ത് ചെയ്യുക, ഒരു ചെക്ക് എഴുതി കൊടുക്കുക, 11 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കുക. അതാ പറഞ്ഞ ഇത്രയും കാലം തൊഴുത്തി കിടത്തി തല്ലി ചതച്ച് ഒരു പരിവാക്കിയിട്ട് അവര് തന്നെ വേണ്ടി വന്നു നമ്മുടെ പ്രകാശന് രക്ഷയാനിട്ട്. ഈ പറയുന്ന രാജകുമാരൻ എന്ന് പറയുന്ന നമ്മുടെ വിക്രമിനൊന്നും 7 അയൽക്കത്ത് പോലും കണ്ടില്ല. എത്രയൊക്കെ ചവിട്ടി താത്തിയാലും അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കല്യാണി അങ്ങനെ പ്രകാശന്റെ രക്ഷയ്ക്കാകുകയാണ്. അതായത് ആൺമക്കൾ മാത്രമല്ല, അതായത് പെണ്ണായി പോയതിന്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ കല്യാണിയെ വയറ്റി വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കിയത്. പക്ഷെ അങ്ങനെ ഇല്ലാതാക്കാൻ നോക്കിയ ഒരു കുഞ്ഞാണിപ്പോ തനിക്ക് രക്ഷകയായെന്ന് അറിയുന്ന ഒരു മുഹൂർത്തങ്ങളൊക്കെ പ്രകാശം കടക്കാൻ പോവാണ്. എന്തായാലും രാജപ്പണ്ണന് പൈസയൊക്കെ കിട്ടിയതിന് ശേഷം രാജപ്പണ്ണൻ അങ്ങോട്ട് കാണാൻ വരുന്നുണ്ട് നമ്മുടെ പ്രകാശനെ. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാദംബരി അതുപോലെ തന്നെ രതീഷൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. രതീഷ് എന്തായാലും പറയുന്നുണ്ട്, എൻ്റെ അമ്മായിച്ചൻ എന്താണ് ഹാർട്ടിന് പ്രശ്നമുള്ള ആളാ, അറ്റാക്ക് വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം പ്രതീക്ഷയൊന്നും വേണ്ട എന്നൊക്കെ പ്രകാശനോട് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്തതിന് ഫലം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്താ പാവ കല്യാണിയോട്, എന്നിട്ടിപ്പോൾ കണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ അവളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതറിഞ്ഞിപ്പോൾ പ്രകാശൻ അമ്പരന്ന് പോവാ, കല്യാണിയാണോ തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെന്ന് പറയാം. അവിടെ എങ്ങാനും വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയതായിരുന്നെങ്കിൽ തീർന്നേനം. അവരുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ഒന്ന് അതോ ചെയ്യുള്ളൂ. കാരണം ഇത്രയും ദ്രോഹിച്ച സമയത്ത് അവിടെ കിടന്ന് നിങ്ങൾ ചാകട്ടെ എന്ന് ഞാൻ വെക്കൊണ്ടായിരുന്നുള്ളൂ. പക്ഷെ കല്യാണിക്ക് മനസാക്ഷി ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങൾ എത്രയാന്ന് പറഞ്ഞാൽ ആ നന്ദിയും കടപ്പാടും കാണിക്കുമെന്നറിയാം. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ രാജപ്പണ്ണൻ വരുമോ, രാജപ്പണ്ണനെ കണ്ടപ്പോൾ തന്നെ പ്രകാശിന് വീണ്ടും ടെൻഷനായി. പ്രകാശൻ പറയുന്നുണ്ട് രാജപ്പണ്ണൻ ഇനി എന്നെ ഉപദ്രവിക്കില്ല, ഞാൻ എന്താണ് തെണ്ടിയിട്ടാണ് നിങ്ങളുടെ പൈസ തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാജപ്പണ്ണൻ പറയുന്നുണ്ട് ഇനി ഈ കൂടുതൽ എനിക്ക് പൈസയും തരണ്ടാ, ഇങ്ങ് നോക്കെന്ന് പറഞ്ഞാൽ ചെക്ക് എടുത്ത് കാണിക്കും. ഇങ്ങ് നോക്ക്, ഇത് 11 ലക്ഷത്തിന്റെ ചെക്കാ, ഇത് ആരാ തന്നെന്നറിയാവോ, നിന്റെ മോള് കല്യാണിയെ തന്നെയെന്ന് പറയും. ഇത് കേട്ട് അന്തം വിട്ട് നമ്മുടെ പ്രകാശൻ ഇരിക്കുകയാണ്. പ്രകാശൻ ഒരിക്കലും വിചാരിച്ചില്ല എങ്ങനെയൊരു സംഭവം. കാരണം അവൾ കല്യാണി പൈസ കൊടുക്കൂന്നോ അങ്ങനെയും വിചാരിച്ചില്ല. രാജപ്പണ്ണൻ പറഞ്ഞു എന്താണ് നിനക്ക് അവളെ പുച്ഛമായിരുന്നല്ലോ, എന്താണ് അവള് വേണ്ടി വന്ന് ഈ പൈസ തന്നത്, എന്താണ് നീ അവളോട് പോയി നന്ദി പറയണം, നീ അവളുടെ
കാല് കഴുകി വെള്ളം കുടിക്കണം. കാരണം അത്ര ഒരു പുണ്യപ്രവൃത്തി അവൾ ചെയ്തേക്കുന്നത്. ഇനിയെങ്കിലും നീ നന്നാകാൻ നോക്ക് പ്രകാശ എന്നൊക്കെ നമ്മൾ പ്രകാശനോട് പറയുന്നുണ്ട്. പക്ഷെ എത്ര പട്ടിയുടെ പാല് 12 കൊല്ലം കൊല്ലിട്ടാൽ നീവരുകൾ എന്ന് പറഞ്ഞ അവസ്ഥയാണ് പ്രകാശൻ. ഇപ്പം എന്താണ് പ്രകാശൻ ഒതുങ്ങി നിൽക്കുക. പക്ഷെ പ്രകാശൻ എന്താണേലും ഈ അവസ്ഥയിൽ അത് സ്വീകരിക്കണ്ട എന്ന് രാജപ്പനോട് പറയാൻ പറ്റില്ല. കാരണം കയ്യിലെടുത്ത് കൊടുക്കാൻ വേറെ പൈസയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പം ഈ കൊടുത്തില്ലെങ്കിൽ തൻ്റെ കാര്യം ഇല്ലാതാവുമെന്ന് പ്രകാശന് നന്നായിട്ടറിയാം. അപ്പം എന്താണ് നാളെ അടിപൊളി വിശേഷമാണ് നടക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.